മുഹമ്മ കുടുംബശ്രീ CDSലെ 25 ലക്ഷത്തിന്റെ തട്ടിപ്പിൽ അക്കൗണ്ടന്റിനെ ബലിയാടാക്കിയതായി ആരോപണം. മുഹമ്മ CDSലെ അക്കൗണ്ടന്റ് സവിതയാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. CPM പ്രവർത്തകരായ 2 സ്ത്രീകൾ നടത്തിയ തട്ടിപ്പ് തന്റെ തലയിൽ വെച്ച് കെട്ടി പാർട്ടി നടത്തിയ നാടകമാണ് സസ്പെൻഷൻ നടപടിയെന്ന് സവിത പറയുന്നു. മുഹമ്മ കുടുംബശ്രീ CDSൽ അംഗങ്ങൾ തിരിച്ചടച്ച വായ്പാ തുകയായ 24,90,694 രൂപയാണ് കാണാതായത്. എന്നാൽ തട്ടിപ്പിൽ തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും പണം കൈകാര്യം ചെയ്തത് പലരാണെന്നും കുറ്റം മുഴുവൻ തന്റെ തലയിൽ വെച്ചു കെട്ടാൻ ചിലർ ശ്രമിക്കുകയാണെന്നും CDSലെ താൽക്കാലിക അക്കൗണ്ടന്റായിരുന്ന സവിത പറയുന്നു. അക്കൗണ്ടന്റ് എന്ന നിലയിൽ കണക്ക് കൈകാര്യം ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അവിടെ കൊണ്ടുവന്നിരുത്തിയിരുന്ന DYFIയുടെ ഒരു നേതാവുണ്ടായിരുന്നു. എനിക്ക് മെഗിലാണ് കൊണ്ടുവന്നിരുത്തിയിരുന്നത്. അവരും മുൻ CDS ചെയർപേഴ്സൺ സ്മിത ബൈജുവും ക്യാഷ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവർ കൈകാര്യം ചെയ്ത ക്യാഷ് എന്നെ ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ കണക്ക് പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും ഈ പൈസയാണ് അവിടെ ഷോർട്ട് വന്നിരിക്കുന്നത്. മുഹമ്മ CPM ലോക്കൽ കമ്മിറ്റി CDSൽ നിയമിച്ച മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് സ്മിത ബൈജു, DYFI നേതാവ് ഐശ്വര്യദാസ് എന്നിവർ രസീതുകൾ കൈകാര്യം ചെയ്ത സമയത്താണ് ക്രമക്കേട് നടന്നിട്ടുള്ളത്. 2023 മുഹമ്മയിലെ തളിർ കുടുംബശ്രീയുടെ 2,79,000 രൂപ തട്ടിയതുമായി ബന്ധപ്പെട്ട് ഐശ്വര്യദാസിനെതിരെ മുഹമ്മ പോലീസിൽ കേസുണ്ട്. തുടർന്നാണ് ഐശ്വര്യദാസ് രസീതുകൾ കൈകാര്യം ചെയ്ത മുഹമ്മ CDSലും പരിശോധന നടത്തിയത്. 2023 ഈ ഐശ്വര്യദാസ് കുറച്ച് കുടുംബശ്രീയിൽ നിന്ന്, അതായത് അവരുടെ കുടുംബശ്രീയിൽ നിന്ന് തന്നെ ലോൺ എടുത്ത പൈസ ബാങ്കിൽ അടച്ചില്ല എന്നും പറഞ്ഞിട്ട് ഒരു കേസ് മുഹമ്മ പോലീസ് സ്റ്റേഷനിൽ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഓഫീസിൽ വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ കണക്കുകളും കാര്യങ്ങളും എല്ലാം പരിശോധിച്ച് വന്നപ്പോഴാണ് അവിടെ വ്യത്യാസമുണ്ടെന്ന് കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച് ഞാൻ സ്റ്റേറ്റ് മിഷനിലെ ചീഫ് ഫിനാൻസ് ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ക്രമക്കേട് സംബന്ധിച്ച് കുടുംബശ്രീ സ്റ്റേറ്റ് മിഷൻ ഫിനാൻസ് ഓഫീസർക്ക് സവിത പരാതി നൽകിയതോടെ പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി കാണാതായ പണം മുഴുവൻ അക്കൗണ്ടന്റ് തന്നെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഈ പരാതി നൽകിയതിന് ശേഷം എന്നെ പാർട്ടി ഓഫീസിൽ വിളിക്കുകയും എത്ര രൂപ കാണാനുണ്ടെങ്കിലും അത്രയും രൂപ വയ്ക്കേണ്ടത് അക്കൗണ്ടന്റിന്റെ ഉത്തരവാണ്. LC നേതൃത്വമാണ് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അകത്ത് LCയിൽ ആ മീറ്റിംഗിൽ ജയലാൽ സാർ എന്ന് പറയുന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ മുഹമ്മ പഞ്ചായത്ത് സെക്രട്ടറി 1 മാസത്തെ ലീവ് എടുക്കാൻ സവിതയോട് ആവശ്യപ്പെടുകയായിരുന്നു. തിരികെ ജോയിൻ ചെയ്യാൻ സമ്മതിക്കാതെ പല കാരണങ്ങളുണ്ടാക്കി സസ്പെൻഡ് ചെയ്യുകയായിരുന്നുവെന്നും സവിത പറഞ്ഞു. ക്രമക്കേടുകൾ നടന്ന കാലയളവിലെ രസീതുകൾ ഉൾപ്പെടെ തന്റെ കൈവശമുണ്ടെന്നും കൃത്യമായ തെളിവുകൾ സഹിതം നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും സവിത പറഞ്ഞു. ജനം, ആലപ്പുഴ.